സ്വാഗതം ജ്വാല അവാർഡിന്റെ മറ്റൊരു രംഗവേദിയിലേക്ക്. D1000 Brightech Kairali Jwala Awards 2024, co-branded by Reliance Jio, co-presented by Kairali TMT and Eurogard UPVC Rainwater Gutter, powered by Supra Pacific Financial Services Limited, Winners Coaching Center, Vismaya Amusement Park, IBIS Educational Services, Invest Gold General Finance Private Limited. Celebrated by Lake Roll, Junarin Pigments Private Limited. Our language partner is Needhu's Academy. Ice cream partner is Lassa Ice Cream in association with DBFS Limited. ഇനി നമ്മുടെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൈരളി ജ്വാല പുരസ്കാര പ്രഖ്യാപനവും വിതരണവും. ആദ്യമായി ഈ വർഷത്തെ മികച്ച നവാഗത സംരംഭ ആരാണ് എന്നറിയാം. അസംസ്കൃത വസ്തുവായി പരിയമ്പുറത്ത് നിന്ന് ചിരട്ട കണ്ടെത്തി പ്രിയ സംരംഭത്തിന് തേങ്ങ എന്ന പച്ച മലയാളം പേരിട്ടു. ₹4,000 മുതൽ മുടക്ക്. വിറ്റുവരവ് ഇപ്പോൾ 1.5 കോടി. ചിരട്ട കരകൗശല വസ്തുക്കൾ പുതുമയല്ല, മരിയയുടെ ഉൽപ്പന്നങ്ങൾ പക്ഷേ വേറിട്ടവ. ജന്മദൗത്യം തീർന്ന് മണ്ണോട് മണ്ണാകാൻ പോകുന്ന ചിരട്ടകൾ മരിയയുടെ മാനസപുത്രികളാകുമ്പോൾ വീഞ്ഞ് ചഷകവും സൂപ്പ് കപ്പും സാലഡ് ബൗളും മെഴുകുതിരി പാത്രവും ചെടിച്ചട്ടിയും ഊണുമേശ തലികയും ഉപഹാര ശില്പങ്ങളുമായി പുനർജനി നേടുന്നു. ചിരട്ട ഇങ്ങനെ സുന്ദര ശരീരികളാകുന്നത് വാർണിഷോ മറ്റു മിനുക്ക് ചായങ്ങളോ തേച്ചിട്ടല്ല, ചൂടാക്കി ചിരട്ടയിൽ തന്നെയുള്ള തൈലം പുറത്തേക്ക് വരുത്തിയിട്ടും പിന്നാലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മിനുക്കിയിട്ടുമാണ്. ആ രീതി മരിയ തന്നെ വികസിപ്പിച്ചത്. മരിയയുടെ സ്ഥാപനം 30 പേർക്ക് ജോലി കൊടുക്കുന്നു. അവരിൽ പകുതിയിലേറെ പേരും കരകൗശല വിദഗ്ധർ, പലരും സ്ത്രീകളും. വല്ലപ്പോഴും ചിരട്ട കയ്യിൽ ഉണ്ടാക്കിയിരുന്ന, വീട് പുലർത്താൻ കൂലിപ്പണിക്ക് പോയിരുന്ന, പ്രാരാബ്ധങ്ങൾക്കിടയിൽ കരകൗശല വേല മറന്നു വച്ചിരുന്ന കലാപ്രവർത്തകർക്ക് ശാപമോക്ഷം നൽകിയത് തേങ്ങയുടെ അധിക നേട്ടം. ഈ സംരംഭം തുണച്ചപ്പോൾ എല്ലാ ദിവസവും ജോലിയുള്ള ശില്പികളായി അവരുടെ ജീവിതം മാറി മറിഞ്ഞു. തേങ്ങ ഇന്ന് കേരളത്തിലെ ഒരു കൊച്ചു സംരംഭമല്ല, 20ഓളം വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ശില്പോൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സാംസ്കാരിക സംരംഭമാണ്. ഞങ്ങൾ ഹർഷാരവങ്ങളോടെ പരിചയപ്പെടുത്തുന്നു മരിയ കുര്യാക്കോസിനെ. പുരസ്കാരം സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മമ്മൂക്ക. നിറഞ്ഞ കയ്യടികൾ. ഇനി പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ശ്രീ എ വിജയരാഘവൻ സർ. മരിയ കുര്യാക്കോസിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി മരിയയുടെ വാക്കുകൾക്ക് ഇനി നമുക്ക് കാതോർക്കാം.
എന്തുകൊണ്ട് ചിരട്ട എന്നത് പലരും എൻ്റെ അടുത്ത് കൗതുകത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ കുറച്ച് ചിരട്ടകൾ വെച്ച് തുടങ്ങിയ ആ ഒരു ഇനിഷ്യേറ്റീവ് ടുഡേ വി ഹവ് ബീൻ ഏബിൾ ടു സെൽ ക്ലോസ് ടു 2 lakh കോക്കനട്ട് ഷെൽ പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ത്രൂ എക്സ്പോർട്ട്. We have been able to employ 30 people as artisans, operations team, marketing team, finance, etc. I am very proud to say that we are an all-women team. And these are not people with high educational qualifications or professional experience. പലരും തേങ്ങയിലൂടെയാണ് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. I am very proud to see them grow as strong, confident women through Tenga. And I strongly believe that they are the backbone of Tenga and will lead Tenga into future growth. ഈ ഒരു ബിസിനസ്സിൽ എൻ്റെ തുടക്കത്തിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരാൾ എൻ്റെ ഫാദറായിരുന്നു. തുടക്കത്തിലെല്ലാം കൈകൊണ്ടാണ് ചെയ്തിരുന്നത്. ആക്സോ ബ്ലേഡ് വെച്ച് കട്ടിങ്ങും സാൻഡ് പേപ്പർ വെച്ച് സാൻഡിങ്ങും എല്ലാം കൈകൊണ്ടാണ് ചെയ്തിരുന്നത്. ബട്ട് ഹീ ഹെൽപ്പ് മീ സെറ്റപ്പ് എ സ്മോൾ ഡ്രില്ലിംഗ് മെഷീൻ. അതിലൊരു കട്ടിംഗ് വീലും സാൻഡിങ് വീലും ഒക്കെ വെച്ച് എൻ്റെ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആക്കി തന്നത് എൻ്റെ ഫാദറായിരുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് വിത്ത് അസ് ടുഡേ. Papa, I remember you on this day and I'm sure you're looking at us from heaven as a very proud father. Congratulations, Maria, and thank you so much for your words. കൈരളി ജ്വാലയുടെ 6ാമത്തെ എഡിഷനാണ്. ഇക്കുറി 3 പേരെയാണ് അവർ തിരഞ്ഞെടുത്തത്. 4ാമതൊരാൾ മമ്മൂക്കയുടെ പ്രത്യേക കണ്ടെത്തലാണ്. നിഷ ജോസ് ഈ വർഷമാണ് ജൂറി അംഗമായിട്ട് വന്നത്. എനിക്ക് ബലമായ സംശയം നിഷയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ ജൂറി അംഗമാക്കിയതെന്നൊരു സംശയം എനിക്കില്ലായില്ല. എന്താ കാരണം വെച്ചാൽ നിഷയ്ക്ക് യഥാർത്ഥത്തിലൊരു സംരംഭകത്വ അവാർഡ് കൊടുക്കേണ്ട ആളാണ്. നിഷ കയാക്കിങ്ങിൻ്റെ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല, എൻ്റെ രാജ്യസഭയിലെ സഹപ്രവർത്തകൻ്റെ ജീവിത പങ്കാളിയായതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ നമുക്ക് നമ്മളൊന്നും ഭാര്യമാരെ കുറിച്ചൊന്നും പറയാറില്ല, പക്ഷേ ജോസ് ഇടയ്ക്കിടയ്ക്ക് നിഷയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. നിഷ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നദിയിൽ കയാക്കിംഗ് നടത്തി ഓരോ സംസ്ഥാനത്തെയും നദിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് ദേശീയ ഐക്യത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഒരു പ്രതീകമാക്കി മാറ്റി അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തൻ്റെ കയാക്കിംഗ് സബരിക്കിടയ്ക്ക് നിഷ മണിപ്പൂരിലും പോയി മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടി 7 സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ഒരു അവാർഡ് വിജയരാമൻ കൊടുക്കേണ്ടതാണ്. വിജയരാമൻ എന്തോ ഒരു കുശുമ്പുള്ളതുകൊണ്ട് എന്തുകൊണ്ട് അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നിഷയെ ജൂറി മെമ്പറാക്കി മാറ്റി. മാത്രമല്ല എനിക്ക് നിഷയോടുള്ളൊരു ബഹുമാനം, എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുന്ന ഒരാൾ. നിഷയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്യാൻസർ അറ്റാക്ക് ഉണ്ടായെങ്കിലും അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ധീരമായിട്ട് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു പാഠപുസ്തകമാകാൻ വേണ്ടി നിഷ നിന്നു എന്നുള്ളതും വളരെ ബഹുമതി അർഹിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അവാർഡ് കിട്ടുന്ന 3 ആൾക്കാർ അല്ലെങ്കിൽ 4 ആൾക്കാർ, അവർക്ക് പ്രത്യേകിച്ച് പേട്രണേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരുടെയും പേട്രണേജ് ഉണ്ടായിരുന്നില്ല. അവർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു സംരംഭമാണ്. അല്ലാതെ ആരുടെയെങ്കിലും തണലിൽ, ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ മറ്റുള്ളവരുടെയോ തണലിൽ അല്ലെങ്കിൽ കുടുംബ വഴിക്ക് തായ് വഴിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംരംഭത്തെ മുന്നോട്ട് നയിക്കുകയല്ല ചെയ്തത്. അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ മനസ്സിൽ ഒരു ആശയം സൃഷ്ടിച്ച് ആ ആശയത്തെ കരുപ്പിടിപ്പിച്ച് അതിന് അലകും പിടിയും സമ്മാനിച്ച് ഒരു സംരംഭമായിട്ട് വളർത്തി ആ സംരംഭത്തിൻ്റെ തണലിൽ നിരവധി കുടുംബങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സംജാതമാക്കി. കേരളത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ എനിക്ക് കൂടുതൽ ബോധ്യമുണ്ടാകുന്നത് ഞാൻ കേരളത്തിൻ്റെ വെളിയിൽ കുറേ കാലം ഉണ്ടായിരുന്നതുകൊണ്ടും ഇപ്പോഴും നല്ലൊരു പങ്ക് കേരളത്തിൻ്റെ വെളിയിൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സംഭാഷണ ഭാഷയിൽ തന്നെ ഒരുപാട് മാറ്റം വരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ പണ്ട് സ്ത്രീകളെ ഒരു അച്ഛൻ്റെ വാലായിട്ടോ ഭർത്താവിൻ്റെ വാലായിട്ടോ ആങ്ങളുടെ വാലായിട്ടോ കെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് അങ്ങനെ ഒരു വാല് വേണ്ട, അങ്ങനെ ഒരു പേട്രണേജ് ആർക്കും വേണ്ട. അങ്ങനെ വാലാക്കാൻ ശ്രമിക്കുന്ന ചില വിദ്വാന്മാരൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ മാറ്റിക്കോളൂ, നിങ്ങൾക്കൊന്നും അങ്ങനെ വാലാക്കി നിർത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ അതിൽ നിന്നൊക്കെ മോചിതരായിരിക്കുന്നു. സോമൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോമനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവർ ആ ഒരു ഘട്ടം കടന്നിരിക്കുന്നു.
മാത്രമല്ല നമ്മുടെ സംഭാഷണ ഭാഷയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്ന ഇപ്പോൾ സിമ്പതി എന്നുള്ളൊരു വാചകം ഇന്ന് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഘട്ടമെത്തി. ആർക്കും സിമ്പതി വേണ്ട, നിങ്ങൾക്ക് ആരുടെയും സഹതാപം വേണ്ട. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അനുപാതം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു എമ്പതിയായി മാത്രം മതി, അല്ലാതെ ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളിനി ഭിന്നശേഷി എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ആരുടെയും പേട്രണേജ് വേണ്ട. ഇപ്പം കേന്ദ്രത്തിൽ ഈ ഗവൺമെൻറ് ഭിന്നശേഷിക്കാരെ ദിവ്യാംഗരെന്ന് പേരിട്ടു. പക്ഷേ ഭിന്നശേഷിക്കാരുടെ അപ്പെക്സ് ബോഡി പറഞ്ഞു ഞങ്ങൾ ദിവ്യാംഗരൊന്നുമല്ല. പണ്ട് ഹരിജനെന്ന് അവർക്ക് പേരിട്ടപ്പോൾ ദളിതർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേട്രണേജ് വേണ്ട എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി തന്നെ ഞങ്ങളുടെ ഒരു ശക്തിയായിട്ട് ഞങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വാലുകൾ മുറിച്ചു കഴിഞ്ഞു, അവർ സ്വതന്ത്രരായി. ഇന്ന് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മേഖല എടുത്തു കഴിഞ്ഞാൽ സംവരണം 50% ഉള്ളതെങ്കിൽ പോലും 60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നയിക്കുന്നത് സ്ത്രീകളാണ്. ആ രീതിയിലൊരു കുതിപ്പ് നമുക്ക് യാഥാർത്ഥ്യമായി. ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയ്ക്കാണ് ഇന്ന് ജ്വാല എന്നുള്ള അവാർഡ് കത്തിജ്വലിക്കുന്നത്. ഈ ജ്വാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ, തിളക്കം എന്നുള്ളത് ഈ ജ്വാലയുടെ പിന്നിലുള്ള അതിൻ്റെ ഒരു ഹസ്തമാണ്. അത് മറ്റാരുമല്ല, മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ആശയത്തിൽ നിന്നാണ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഇത്തരം അവാർഡുകൾ ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് കിട്ടുന്നവർക്ക് സന്തോഷിക്കാം. മമ്മൂക്കയെ പോലുള്ള ഒരാളുടെ ഗ്യാരണ്ടി ഈ അവാർഡിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് പലർക്കും ഒരു പ്രേരണയാകട്ടെ, പ്രചോദനമാകട്ടെ, ഒരുപാട് പേരെ സംരംഭക വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഇതൊരു ഉത്തേജനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അവാർഡിന് പാത്രമാകുന്നവർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മമ്മൂക്കയിൽ നിന്നും സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ വേദിയിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നു. സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ അനേകായിരം നിർധന കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായ ശ്രീ ഷിബു ഫ്രാൻസിസ് ചമ്മണി. ഹി ഈസ് ദി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് D1000 ബ്രൈറ്റെക് ഇന്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അദ്ദേഹത്തെ നിറഞ്ഞ കൈയ്യടികൾ നൽകിക്കൊണ്ട് വേദിയിലേക്ക് കൈരളി TV പുരസ്കാരം മമ്മൂക്കയിൽ നിന്നും ഏറ്റുവാങ്ങുവാനായിട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് സർ. വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മിസ്റ്റർ ജോബി ജോർജ്. ഹി ഈസ് ദി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. Mr. Sharvin MP, he is the CEO of Eurogard UPVC Rainwater Gutter, and also Mr. Paul T. Matthew, he is the CTO of the company. വേദിയിലേക്ക് ക്ഷണിക്കുന്നു മിസ്റ്റർ ഹുമയൂൺ കള്ളിയത്ത്, ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് കൈരളി TMT. We're moving on. This is D1000 Brightech Kairali Jwala Awards 2024, co-branded by Reliance Jio, co-presented by Kairali TMT and Eurogard UPVC Rainwater Gutter, powered by Supra Pacific Financial Services Limited, Winners Coaching Center, Vismaya Amusement Park, IBIS Educational Services, Invest Gold, General Finance Private Limited, celebrated by Lake Roll, Jonaran Pigments Private Limited, language partner is Neethus Academy, ice cream partner is Lassa Ice Cream in association with DVFC Limited. വീണ്ടും നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൈരളി ജ്വാല അവാർഡിലേക്കാണ് കടക്കുന്നത്. മികച്ച സാമൂഹികോന്മുഖ യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാര പ്രഖ്യാപനമാണ്, വിതരണമാണ്. നമുക്കിത് ആരാണ് എന്നറിയാം.
ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ പ്ലാസ്റ്റിക്കും ജെല്ലുമായി വേർതിരിച്ചാണ് സംസ്കരിക്കുക. കോവിഡ് കാലത്ത് മാലിന്യ നീക്കം മുടങ്ങുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തപ്പോൾ കുറെ കുടുംബശ്രീ തൊഴിലാളികൾ ഒരു കുന്ന് പാഡുകൾ വെറും കൈകൊണ്ട് വേർതിരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു യുവതി ഒരു പ്രതിജ്ഞ എടുത്തു. ഇതിനൊരു അവസാനം വേണം. ആ അവസാനം ആർത്തവ കപ്പുകൾ മാത്രമാണെന്ന് നൗറീൻ ആയിഷ തീരുമാനിച്ചു. അത് 2020 ആർത്തവ കപ്പുകൾ കേരളത്തിൽ അത്രയൊന്നും അറിയപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഫെമി സേഫ് പിറന്നു. ആർത്തവ കപ്പിന്റെ ആദ്യ കേരള ബ്രാൻഡ്. ആദ്യം 75 കപ്പുകൾ ഉണ്ടാക്കി. വിറ്റുപോയത് 4 മാത്രം. ആ നവസംരംഭം നിന്ന് കിതച്ചു. പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. കടം തരാൻ ബാങ്കുകളും സൊസൈറ്റികളുമില്ല. നൗറീൻ പക്ഷെ പിൻവാങ്ങിയില്ല. ബോധവൽക്കരണം തുടങ്ങി. കോവിഡ് കാലമായതിനാൽ ഓൺലൈനിലൂടെ. Be sure to give FemiSafe cups a try. The punch-on fold and the 7-fold. കോവിഡ് ഒഴിഞ്ഞതോടെ കോളേജുകളിലേക്കും പൊതുവിടങ്ങളിലേക്കും പോയി. കേരളീയ സ്ത്രീത്വം ആർത്തവ കപ്പുകളെ അറിഞ്ഞു. ആർത്തവ കപ്പുകളുടെയല്ല, ആരോഗ്യ ശുചിത്വ മേഖലയിലെ ആധുനികതയുടെ തന്നെ വിൽപ്പനക്കാരിയായി നൗറീൻ മാറി. നൗറീൻ എഞ്ചിനീയറാണ്. ജീവിത പങ്കാളി നസീഫ് നാസറും എഞ്ചിനീയർ തന്നെ. 4 ആർത്തവ കപ്പുകൾ വിറ്റ് അന്തിച്ചു നിന്നത് പഴങ്കഥ. ഇന്ന് ഫെമി സേഫ് 1.25 ലക്ഷം പേരുടെ ഇഷ്ടം. 10 ഫെമി സേഫ് ആരോഗ്യ ശുചിത്വ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ. എല്ലാം സ്ത്രീകൾക്കുള്ളത്. അവ കേരളീയ സ്ത്രീത്വത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ശാസ്ത്രീയ ജീവിതം. വിറ്റുവരവ് 1,20,00,000. നൗറീൻ നയിക്കുന്നത് കേവലമൊരു വ്യാപാരമല്ല, ഒരു ആധുനീകരണ യത്നമാണ്. കേരളം അറിയട്ടെ. ആർത്തവ പാലുകൾ വെറും കൈകൊണ്ട് വേർതിരിക്കുന്ന തൊഴിലാളി സ്ത്രീകളെ കണ്ടപ്പോൾ ഇത് പ്രാകൃതമാണ് എന്നുറപ്പിച്ച നൗറീന്റെ മനുഷ്യത്വമുള്ള കണ്ണുകളെ കേരളം അഭിവാദ്യം ചെയ്യട്ടെ. മറുനാടൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിറന്ന നാടിന് പകരാൻ യത്നിക്കുന്ന നൗറീന്റെ ആധുനികതാ ബോധത്തെ. മികച്ച സാമൂഹികോന്മുഖ സംരംഭകയ്ക്കുള്ള 2024 കൈരളി ജ്വാല പുരസ്കാരം നൗറീൻ ആയിഷയ്ക്ക്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യെസ്, പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് MP. കൺഗ്രാറ്റുലേഷൻസ് നൗറീൻ. ഇനി നൗറീൻ്റെ വാക്കുകൾ കേൾക്കാം. ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ നിന്ന് ഒരു അവാർഡ് കിട്ടാന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. 3 വർഷം മുമ്പ് നമ്മൾ ഫെമിസേഫ് തുടങ്ങുമ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിലുപരി കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക മാത്രമല്ല, എന്തിനിങ്ങനത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ പീരിയഡ്സിന് ചുറ്റും അല്ലെങ്കിൽ ആർത്തവത്തിന് ചുറ്റും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണ്, അതാരും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ കോ-ഫൗണ്ടർ എൻ്റെ ഹസ്ബൻഡ് പീരിയഡ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ആണുങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ, അതും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത്രയും പാട്രിയാർക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ആൾക്കാർ സംസാരിക്കുമോ, ഈ പ്രോഡക്റ്റ് ഇവർ 2 ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞു, 24-26 വയസ്സുള്ള 2 പേര് ഈ ഒരു ബിസിനസ് തുടങ്ങി, എന്താവോ എന്തോന്നായിരുന്നു. പക്ഷേ ഇന്ന് 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 2 ലക്ഷം കസ്റ്റമേഴ്സ് നമ്മൾ എത്തി, 2 ലക്ഷം കസ്റ്റമേഴ്സ് വരെ എത്തി. ഫെമിസേഫിനൊരു മിഷൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദിവസം മുതലേ
സ്ത്രീകളുടെ ലൈഫ് എത്രയും ഈസി ആക്കാൻ പറ്റുമോ അത്രയും ഈസി ആക്കുന്നുള്ളതാണ്. പിന്നെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഫൗണ്ടേഴ്സ് മാത്രം റണ്ണ് ചെയ്ത് പോകേണ്ട ഒരു സംഭവമല്ല, അങ്ങനെ ഒരിക്കലും പറ്റില്ല. അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ടീം. എൻ്റെ ടീം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ ഫൗണ്ടേഴ്സിൻ്റെ അതേ വിഷനാണ് എൻ്റെ ടീമിനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് ടീം ആൻഡ് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ദം. അപ്പം എല്ലാവർക്കും നന്ദി. പിന്നെ ഞാൻ ഈ ഒരു കഴിഞ്ഞ 3 വർഷത്തിൽ പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും പഠിച്ചൊരു കുറച്ച് സംഭവം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം. അതേപോലെ നമ്മൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അത് ഏതൊരു മേഖലയെ കുറിച്ചായാലും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ആളെടുക്കുന്ന റോൾസ് ആയാലും ആളുടെ ഫാഷൻ ആയാലും. എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ ആളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടാണ് ഓക്കെ ഈ ഔട്ട്ഫിറ്റ് ഇടാം ആ ഔട്ട്ഫിറ്റ് ഇടാമെന്ന് പറയുന്നത്. സോ ഈ ഒരു ഹാപ്പി മൂമെൻറ്റിൽ എനിക്ക് അത് കുറച്ചും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി മമ്മൂക്കയ്ക്ക് ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ്. മമ്മൂക്കയിൽ നിന്നും സ്നേഹാദരം ഏറ്റുവാങ്ങുവാനായി വേദിയിലേക്ക് ആദ്യം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 22 വർഷങ്ങളായി കേരളത്തിലും വിദേശത്തുമായി 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്ന, കുട്ടികൾ പഠിച്ചു എന്നുറപ്പുവരുത്തി മുന്നേറുന്ന വിന്നേഴ്സ് കോച്ചിങ് സെന്ററിന്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ മനോജ് CN ആൻഡ് വിനുമോൾ മനോജ്. നിറഞ്ഞ കയ്യടികൾ കൊടുത്തുകൊണ്ട് ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ വൈശാഖ്. ജൊനാറിൻ പിഗ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ A ജോസഫേട്ടൻ. നീതൂസ് അക്കാഡമിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് നീതു ബോബൻ, പ്ലീസ്. കൈരളി ജ്വാല അവാർഡ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് പ്രഖ്യാപനം ആൻഡ് വിതരണത്തിലേക്കുമാണ് കടക്കുന്നത്. മികച്ച യുവ സംരംഭയ്ക്കുള്ള കൈരളി ജ്വാല പുരസ്കാരം. ആരാണ് ആ സംരംഭക എന്നറിയാം. കേരളത്തിലെ ഒരു സംരംഭം ലോകോത്തര പദവി നേടുമോ? നമ്മുടെയൊക്കെ ഉള്ളിലെ സംശയാലു പറയും എവിടെന്ന്. എന്നാൽ അങ്ങനെ ഒരു സംരംഭമുണ്ട്, അതാണ് പ്രൊഫൈസ്. ഇത് ഒരു സൈബർ സെക്യൂരിറ്റി സംരംഭം. സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുന്ന സോഫ്റ്റ്വെയറുകളുടെ നിർമ്മാതാക്കൾ. ഈ മേഖലയിലെ സംരംഭങ്ങൾക്കായി കുപ്പിംഗർ കോൾ അനാലിസ്റ്റ് ഏർപ്പെടുത്തിയ ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ വേൾഡ് ടോപ്പ് 5-ൽ ഈ കേരളീയ സംരംഭം ഇടം പിടിച്ചിരിക്കുന്നു. കൂടെയുള്ള മറ്റ് 4 സ്ഥാപനങ്ങളും അമേരിക്കൻ, ഇസ്രയേൽ സംരംഭങ്ങൾ. പ്രൊഫൈസ് ഈ പദവി നേടുന്ന ഏഷ്യയിലെ ആദ്യ സംരംഭം. We are here as Prophase Web Application Firewall and the new innovations that we're bringing onto the web application firewall industry. ഈ മഹാനേട്ടത്തിന്റെ പതാകവാഹക ലക്ഷ്മിദാസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ജീവിത പങ്കാളിയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുമായ വൈശാഖിനൊപ്പം ലക്ഷ്മി 2019 തുടങ്ങിയതാണ് പ്രൊഫൈസ്. 2023 അനോണിമസ് സുഡാൻ ലോകമാകെ ഒരു സൈബർ ആക്രമണം നടത്തി.
ഇന്ത്യയിൽ 6 സ്ഥാപനങ്ങൾ അവർ ആക്രമിച്ചു. 3 കീഴടങ്ങി, 3 അതിജീവിച്ചു. രാജ്യാന്തര സൈബർ ആക്രമണത്തെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആ 3 സ്ഥാപനങ്ങളും വൻ വിമാനത്താവളങ്ങൾ. അവയെ രക്ഷിച്ച സംവിധാനത്തിന്റെ പേരാണ് പ്രൊഫൈസ്. വിമാനത്താവളങ്ങൾ മുതൽ പ്രതിരോധ സ്ഥാപനങ്ങൾ വരെ ആശ്രയിക്കുന്ന സംവിധാനം. രാജ്യത്തും പുറത്തും 100-ൽ പരം സ്ഥാപനങ്ങളുടെ സൈബർ കാവൽക്കാർ. ഇന്നും സൈബർ സംരക്ഷണത്തിന് നമ്മളൊക്കെ ആശ്രയിക്കുന്നത് മറുനാടൻ സോഫ്റ്റ്വെയറുകളെ. അതിനുള്ള ബദലാണ് ലക്ഷ്മി തീർത്തത്. ഇന്ത്യയെ നാളെ സൈബർ പവർ ആക്കാൻ പോകുന്ന കേരള ബദൽ. കേരളം വളരുന്നു. പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ എന്നത് കവിയുടെ കിനാവ് മാത്രമല്ല. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും എന്നത് വീൺവാക്കുമല്ല. അതാണ് ലക്ഷ്മി തെളിയിച്ചത്. ഞങ്ങൾ വെള്ളി വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നു സൈബർ ലോകത്ത് മാത്രം അറിയപ്പെടുന്ന ഈ വിജയഗാഥയെ. ഞങ്ങൾ പുരസ്കാര വേദിയിൽ നിർത്തുന്നു ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ സുരക്ഷാ ഡാറ്റകൾക്ക് മറുനാടൻ സ്ഥാപനങ്ങളുടെ കാവൽ ഒഴിവാക്കാൻ വഴിവെച്ച ഈ ദിഗ്വിജയത്തെ. ഞങ്ങൾ സമാദരിക്കുന്നു. കേരളത്തിൽ ജനിച്ച്, കേരളത്തിൽ പഠിച്ച്, കേരളത്തിൽ സൈബർ സ്ഥാപനമുണ്ടാക്കി ലോകത്തിന്റെ നെറുകയിലെത്തി രശ്മി കിരീടം ചൂടിയ പുതിയ മലയാളി സ്ത്രീത്വത്തിന്റെ ഈ ദിഗ്വിജയത്തെ. മികച്ച യുവ സംരംഭകയ്ക്കുള്ള 2024 കൈരളി ജ്വാല പുരസ്കാരം ലക്ഷ്മി ദാസിന്. മനോഹരമായൊരു കൈയടി കൊടുത്തുകൊണ്ട് മികച്ച യുവ സംരംഭകയ്ക്കുള്ള കൈരളി ജ്വാല പുരസ്കാരം മമ്മൂക്കയിൽ നിന്നും ഏറ്റുവാങ്ങുന്നു പ്രൊഫൈസ് എന്ന സംരംഭത്തിന്റെ നായിക ലക്ഷ്മി. കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ശ്രീമതി നിഷ ജോസ്. ഇനി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ലക്ഷ്മി ക്ഷണിക്കുന്നു, പ്ലീസ്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സൈബർ സെക്യൂരിറ്റി പ്രോഡക്റ്റ് കമ്പനി? ബിക്കോസ് ഇത് ഓൾ ഓവർ ദ വേൾഡ് ഒരു അറൗണ്ട് 20 കമ്പനീസ് ഏരിയയിലുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിച്ചു എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങി. ലൈക്ക് നമ്മളപ്പോൾ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പം കേരളത്തിൽ നിന്നുള്ള കമ്പനീൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എന്തിനു വാങ്ങിക്കണം? ബിക്കോസ് വി ആർ റിലേറ്റഡ് ടു സെക്യൂരിറ്റി. അപ്പോൾ ഒരു ട്രസ്റ്റ് ഫാക്ടർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യം കുറേ റിജക്ഷൻസ് ആയിരുന്നു. പക്ഷേ ആ റിജക്ഷൻസ് ആയിരുന്നു നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തന്നത്. ഇപ്പം നമ്മൾ തീരുമാനിച്ചു നമ്മൾ കേരളത്തിൽ തന്നെ ആയിരിക്കും ഹെഡ് ക്വാർട്ടേഡ് ഇൻ കൊല്ലം. ആൻഡ് വി വിൽ മേക്ക് ഇറ്റ് ബിഗ്. ഇന്ത്യനെ നെക്സ്റ്റ് സൈബർ പവർ ആക്കാനുള്ള ഒരു മിഷൻ ആണ് പ്രൊഫൈസ് ഏറ്റെടുത്തിരിക്കുന്നത്. സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ദ ഡിപ്പെൻഡൻസി ഓൺ എനി ഓഫ് ദി ഇൻ്റർനാഷണൽ വെൻഡേഴ്സ് ഇൻ ദിസ് സ്പേസ്. ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന വെൻഡേഴ്സൊക്കെ ഇപ്പം ഒരു 3 ബില്യൺ 4 ബില്യൺ ആ ഒരു റേഞ്ചിലാണ് അക്വിസിഷനിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ദെം. എന്നിട്ട് നമ്മളിപ്പോൾ top 5 we are on the same quadrant as all the other vendors are. And that's the stage where we are here. And we want to make Kerala the next destination. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓൾമോസ്റ്റ് 50% വിമൻ എംപ്ലോയേഴ്സ് ആണ്. കുറേ പേര് ലൈക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു can we come back? When I saw the fire in them, I said you should. I mean, that's what we want. Almost 50% women are in a maternity and they wanted to relocate with their husbands. So we gave them an opportunity. In tech area, especially cyber security area, there are very few women. So whenever I go, like nan events like I'll be the only one. So I want more women to come to the space. That's what I try. Webinars narati, college like talks narati. We want more women to come in the space because there's internet, there's a lot of artificial intelligence, generative AI. Cyber attacks are the biggest, threat that we are all facing. അപ്പോൾ ഈ ഒരു മേഖലയിൽ we need more improvements and more developments and we need more women power in this area. And that's what I want all of you to, get into. Because without thinking anything, let's make India the next cyber power. Thank you.
താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നമുക്കറിയാം പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ശ്രീമതി നിഷ ജോസ് കൂടി ഉൾപ്പെട്ട വിധി നിർണ്ണയ സമിതിയാണ് ജ്വാല പുരസ്കാരങ്ങൾ ജേതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി നിഷ ജോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. വേദിയിലും സദസ്സിലിരിക്കുന്ന മാന്യരെ, ആദ്യമേ തന്നെ ഈ ജ്വാല അവാർഡ്സ് നേടിയ ഓരോ അവാർഡ് വിന്നേഴ്സിന് ഒരു വെരി ബിഗ് കൺഗ്രാജുലേഷൻസ്. ജ്വാല അവാർഡ്സിൻ്റെ ജൂറി ആകാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് കൈരളിക്കൊരു നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഓരോ പ്രൊഫൈൽസ് നോക്കിയത്. വിജയരാഘവൻ സാർ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. സാറിൻ്റെ ഞാനും കുറേ പഠിച്ചു ഫ്രം സർ, എങ്ങനെയാണ് കുറേയും കൂടെ മുമ്പോട്ട് പോകാനായിട്ട് ഈ ഇൻ മെൻറ്ററിങ് പീപ്പിൾ. അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വിജയരാഘവൻ സർ പറഞ്ഞ പോലെ യാതൊരുവിധ ഇൻ്റർഫിയറൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വി വർ ഫ്രീ ടു സീ ഈച്ച് ആൻഡ് എവറി പ്രൊഫൈൽ ആൻഡ് ചൂസ് വാട്ട് വി ഫെൽറ്റ് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ളതിൽ. ഞാനൊരു പഴയൊരു ദോഹ പറയാൻ ആഗ്രഹിക്കുന്നു, ഹിന്ദിയിലാണത്. ഹേ സ്ത്രീ തെരി യഹി കഹാനി, ആഞ്ചൽ മേ ഹെ ദൂത് ആങ്കോ മേ ഹെ പാനി. ഓ സ്ത്രീയെ, നിൻ്റെ കഥ എപ്പോഴും ഇങ്ങനെ തന്നെ. ഇൻ യുവർ ബ്രസ്റ്റ് ഇസ് മിൽക്ക് ആൻഡ് കണ്ണിൽ കണ്ണുനീര്. പക്ഷേ ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പം ഓരോ ഓൺട്രപ്രണേഴ്സ്, വിമൻ ഓൺട്രപ്രണേഴ്സിനെ കാണുമ്പം ഈ ദോഹ ഒന്ന് മാറ്റണം. ബിക്കോസ് ഹേ സ്ത്രീ, അബ് യേ ഹേ തെരി കഹാനി, ആഞ്ചൽ മേ ഹേ ദൂത്, ഹാത്തോ മേ ഹേ ലാപ്ടോപ്പ് और आंखों में है सपने हज़ारे. എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ ഓരോരുത്തരെയും കണ്ടപ്പം, കയ്യിൽ ലാപ്ടോപ്പ്, കണ്ണിലൊരു 1000 സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെറും സ്വപ്നങ്ങൾ മാത്രമല്ല, അച്ചീവേഴ്സായി മാറി ഓരോ കാര്യങ്ങൾ, ഏത് പ്രോഡക്റ്റ് ആയാലും ശരി, അതിനെ ഒരു ഡുവബിൾ ആക്കി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓരോ പ്രൊഫൈൽസിൽ നോക്കിയത്, is there passion in the person? Is there passion in the product? Is there passion in the way they market? Is there passion in the way they are applying their finance? ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. കുറേ ആപ്ലിക്കേഷൻസ് കിട്ടി, വലിയതും ചെറുതും ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൽ നിന്നും. പക്ഷേ ഒരു സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇച്ചിരിയും കൂടെ പ്രൊഫഷണൽ ആകാം നമ്മളുടെ സ്ത്രീകൾ എന്നൊരു ഫീലിംഗ്, കോമൺ ഫീലിംഗ് നമുക്ക് തോന്നി. കുറച്ചും കൂടെ ഒരു പ്രൊഫഷണലിസം ആകാമായിരുന്നു. ഐഡിയാസ് കുറച്ചും കൂടെ വേണം നമുക്ക്. ഐഡിയാസ് മൾട്ടിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ ആ ഐഡിയാസിൽ ക്രിയേറ്റിവിറ്റി വേണമെന്ന് ഒരു തോന്നൽ വന്നു. പിന്നെ ഗ്ലോബൽ ആൻഡ് ലോക്കൽ മാത്രം ചിന്തിക്കാതെ ഗ്ലോബലിലോട്ട് പോകണം എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഈ വിന്നേഴ്സിനൊക്കെ ഈ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്തത്. പിന്നെ സ്കെയിലിങ്ങിൻ്റെ കാര്യത്തിലും ബിസിനസ് ഓപ്പറേഷൻസിന് സ്കെയിലബിൾ ആണോ ഇല്ലയോ, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇതെല്ലാം കേട്ടും ഇതെല്ലാം ഓരോ ആപ്ലിക്കേഷൻസ് നോക്കിയപ്പം മനസ്സിലാക്കിയ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം ഫൈനലി നമ്മളൊരു കൺക്ലൂഷനിൽ വന്നു, ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നെക്സ്റ്റ് ഇയർ എന്നൊരു സജഷൻ നമ്മൾ കൈരളിക്ക് കൊടുക്കുന്നു. എൻ്റെ ഗുഡ് ഫ്രണ്ട് ആയ ബ്രിട്ടാസ് സർ അത് കേട്ട് ഐ എം ഷുവർ ഹീൽ പുട്ട് ഇറ്റ് ഇൻ ടു യൂസ്. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ഗിവിങ് അസ് ദി ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഒരു കാര്യം ഞാൻ ബ്രിട്ടാസുമായിട്ട് ഷെയർ ചെയ്തപ്പം ബ്രിട്ടാസ് പറഞ്ഞു അത് ഷെയർ ചെയ്യണം. പക്ഷേ ഐ ഫെൽറ്റ് അത് മമ്മൂക്ക അത് പോസിറ്റീവായിട്ട് എടുക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഞങ്ങൾ തമ്മിലൊരു മമ്മൂക്കായും എനിക്ക് തമ്മിലൊരു കോമൺ ഫ്രണ്ടുണ്ട്, ഫാസിൽ അങ്കിൾ. ഞാൻ ആലപ്പുഴയിൽ നിന്ന്, ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അപ്പം ഫാസിൽ അങ്കിൾ ചെറുപ്പത്തിലെ മണിവത്തൂരിലെ 1000 ശിവരാത്രിക്ക് ഒരു ലിറ്റിൽ ഗേളിനെ നോക്കിയായിരുന്നു ടു പ്ലേ ദ റോൾ ഓഫ് മമ്മൂട്ടി സാർസ് ഡോട്ടർ. എന്നെയായിരുന്നു ആദ്യമേ അപ്രോച്ച് ചെയ്തത്. പക്ഷേ
ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് എൻ്റെ ഫാമിലി അലൗ ചെയ്തില്ല. പക്ഷേ ടുഡേ വെൻ ഐ സീ ഹിം സിറ്റിംഗ് ഹിയർ ദ സൂപ്പർ സ്റ്റാർ, ഏജ് റിവേഴ്സലാണ് നടക്കുന്നത് ഇൻ ഹിസ് കേസ്. സോ ബിഗ് കൺഗ്രാജുലേഷൻസ്. യു ആർ ഡെഫിനറ്റ്ലി, ഇപ്പം നമുക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഹെൽത്ത് ഇഷ്യൂസാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. സോ യു ആർ എ റോൾ മോഡൽ ടു മെനി. And I'm sure നമ്മൾ പലരും, if we follow his path, we will also be healthy and strong like him. Thank you so much. മമ്മൂക്കയിൽ നിന്നും നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുവാനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇൻവെസ്റ്റ് ഗോൾഡ് ജനറൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ അജയ് ഘോഷ്. അടുത്തതായി ക്ഷണിക്കുന്നു ലേക്ക് റോൾ കാർ ഷാംപൂവിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സായ മിസ് ലക്സി ജോയ് ആൻഡ് മിസ് ജക്സി ജോയ്. മിസ് ലക്സി ആൻഡ് ജക്സി ഹിയർ ഓൺ ദ സ്റ്റേജ്. രണ്ടുപേരും സഹോദരിമാരാണ്. നല്ല കയ്യടികൾ കൊടുക്കാം. ലേക്ക് റോൾ കാർ ഷാംപൂ എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സാണ് ഇരുവരും. IBIS Group of Educational Institutions in the Executive Director and CEO, Mr. Deepak Radhakrishnan. Executive Director and CEO, IBIS Group of Educational Institutions. കൈരളി ടിവിയുടെ എല്ലാ പുരസ്കാരങ്ങൾക്കൊപ്പവും ചെയർമാൻ പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ കണ്ടെത്തുന്ന ഒരാൾ കൂടി പുരസ്കാരം നൽകാറുണ്ട്. ഇക്കൊല്ലവും പ്രിയപ്പെട്ട ചെയർമാൻ കണ്ടെത്തിയ ഒരു പുരസ്കാര ജേതാവുണ്ട്. ആരാണ് പുരസ്കാര ജേതാവ് എന്നറിയാം? കൈരളി ടിവിയുടെ എല്ലാ പുരസ്കാരങ്ങൾക്കൊപ്പവും ചെയർമാൻ പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ കണ്ടെത്തുന്ന ഒരാൾ കൂടി പുരസ്കാരം നൽകാറുണ്ട്. ഇക്കൊല്ലവും പ്രിയപ്പെട്ട ചെയർമാൻ കണ്ടെത്തിയ ഒരു പുരസ്കാര ജേതാവുണ്ട്. ആരാണ് പുരസ്കാര ജേതാവ് എന്നറിയാം? രണ്ട് കൈയുമില്ലാതെ ജനിക്കുക, കൈകൊണ്ട് ചെയ്യേണ്ടതൊന്നും ചെയ്യാനാവാതെ ജീവിക്കുക. തൊടുപുഴയിലെ കരിമണ്ണൂരിൽ 32 കൊല്ലം മുമ്പ് ജനിച്ച ജിലുമോൾക്ക് പ്രകൃതി കാത്തുവച്ചത് ആ വലിയ വേദന. വേദനിച്ച് അവളെ പപ്പയും മമ്മിയും ആരോമലായി വളർത്തി. പൊന്നുമോൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരുന്ന മമ്മി അന്നക്കുട്ടി ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു. പപ്പ തോമസ് ആ 4.5 വയസ്സുകാരിയെ ചെത്തിപ്പുഴയിലെ മേഴ്സി ഹോമിലാക്കി. സിസ്റ്റർ മരിയല്ല ആ കുഞ്ഞിന് അമ്മയും അപ്പനും അധ്യാപികയും പരിശീലകയും കാവൽ മാലാഖയുമായി. കൊച്ചു ജിലുവിനെ കാൽവിരലിൽ പെൻസിൽ വെച്ചെഴുതാൻ പഠിപ്പിച്ചു സിസ്റ്റർ. പിന്നെ അവൾ കാലുകൊണ്ട് ചിത്രം വരെ വരച്ചു. കൈകൾ കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാം കാലുകൾ കൊണ്ട് ചെയ്യുന്നവളായി. കാലുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി +2 ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിൽ BA എടുത്തു. ഗ്രാഫിക് ഡിസൈനറായി. ജിലുവിന്റെ മഹാവിജയം പക്ഷേ വരാനിരിക്കുന്നതേയുണ്ടായിരുന്നു.
അവൾ കാലുകൊണ്ട് കാർ ഓടിക്കാൻ പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ച് അധികാരികളെ തേടിച്ചെന്നു. കൈകളില്ലാത്ത ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുകയോ? നിയമവും അധികാരവും അറച്ചു നിന്നു. കോടതി മുതൽ കേന്ദ്ര സർക്കാരിനെ വരെ സമീപിച്ചിട്ടും ജിലുവിന് നീതി കിട്ടിയില്ല. 6 കൊല്ലം അങ്ങനെ കടന്നുപോയി. ജോലി ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പപ്പ കാണാതെ തേങ്ങിക്കരയുന്ന പെൺകുട്ടിയുടെ ചുടു കണ്ണുനീരിൽ കുതിർന്നു ജിലുവിന്റെ കാറോട്ട മോഹം. എന്നാൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാപകേശൻ അതിന് അറുതി കുറിച്ചു. ജിലുവിന് മുന്നിൽ നിയമം തലകുനിച്ചു. അവൾക്ക് ലൈസൻസ്. 6 കൊല്ലത്തെ പോരാട്ടത്തിന്റെ ആ വിജയരേഖ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ജിലു ഏറ്റുവാങ്ങി. 2 കൈകളുമില്ലാത്ത ഒരാൾക്ക് ഭൂമിയുടെ കിഴക്കേ അർദ്ധഗോളത്തിൽ ആദ്യമായി ലൈസൻസ് കിട്ടുകയായിരുന്നു. അത് കാണാൻ ഏറെ ആഗ്രഹിച്ച പപ്പ അപ്പോഴേക്കും ഓർമ്മയായിരുന്നു. ജിലു മോൾ ഇന്ന് ആരെയും പോലെ കാർ ഓടിക്കും. ആ കാർ ഓടിപ്പോകുന്നത് റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്കാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ പോരാട്ട ചരിത്രത്തിലേക്കാണ്, നമ്മുടെ വീരകഥകളിലേക്കാണ്. പത്മശ്രീ ഭരത് മമ്മൂട്ടി അംഗീകാരത്തിന്റെ സുവർണ വെളിച്ചത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ജീവിത വിജയ കിരീടം പോരാടി നേടി ശിരസിൽ ചൂടി നിൽക്കുന്ന ഈ വീരാംഗനയെ. സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം കൈരളി TV-യുടെ ജ്വാല പുരസ്കാരം സ്വീകരിക്കാൻ സാധിച്ചതിൽ. ചിലപ്പോൾ ഓർക്കും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരുപാട് സന്തോഷം എന്ന് പറയുന്നതാണെന്ന്. ഒരിക്കലുമല്ല. കാരണം ശാലിനി ചേച്ചിക്ക് 2016 മമ്മുക്ക അവാർഡ് കൊടുത്തപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന അതേ വർഷം ഞാനും ഈ പുരസ്കാരം വാങ്ങിക്കും എന്ന്.
ഞാനും മനസ്സിൽ വിചാരിച്ച അതാണ്. അപ്പോൾ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അമൃത ചേച്ചി ഇവിടുന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടറായെങ്കിലും അങ്ങനെയൊന്നും കാണിച്ചില്ല. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു അവാർഡ് തന്നെയായിരുന്നു ഇത്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. എല്ലാവരും ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെ എത്തിയേക്കുന്നവരാണ്. വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച് വളർന്നു വന്ന ചെത്തിപ്പുഴയിലെ SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവിടുത്തെ അമ്മമാർ 2 പേര് വന്നിട്ടുണ്ട്, സെലിൻ ജോസ്മയും നവിതാമ്പയും. തീർച്ചയായിട്ടും എൻ്റെ ബാല്യം മുതൽ എന്നെ വളർത്തി വലുതാക്കിയ ഒരു കരുതലിൻ്റെ കരങ്ങളാണ് മേഴ്സി ഹോമിലെ SD സിസ്റ്റേഴ്സായ അമ്മമാരുടേത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഞാനിവിടെ എറണാകുളം YWCL താമസിച്ച് വരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും, ചെറിയൊരു കാലതാമസമേ നേരിടേണ്ടി വരത്തുള്ളൂ, ഒരു 6 വർഷക്കാലം ഒരിക്കലും നേരിടേണ്ടി വരില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഇത്രയും നാളൊന്നും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു അന്ന്. അപ്പോൾ ഒരുപാട് ടെൻഷനിൽ കൂടി കടന്നു പോയപ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു YWCL ഡിസേബിൾഡ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡിനും ഞാൻ അർഹയാണെന്ന് തോന്നുന്നു. കാരണം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു YWCL ഇങ്ങനെ ഒരാൾ. തീർച്ചയായിട്ടും അവരെന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് ഇന്നെനിക്ക് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത്. എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ബാലപാഠങ്ങൾ YWCL ലോൺ ഏരിയയിലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അവിടുത്തെ ഒരു പോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കാരണം അതോടുകൂടി വളരെ ശ്രദ്ധിച്ചും ഭയങ്കര കെയർഫുള്ളായിട്ടും ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു 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 പ്രചോദനവും ഒരു ഇതുമായിരുന്നു എനിക്ക് അതൊന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഞാൻ YWCL എൻ്റെ ഫ്രണ്ട്സ് 8 വർഷമായി ആ ഓരോ കാലഘട്ടത്തിലും എൻ്റെ പേരൻസോ എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഞാൻ വളരെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവരോ ആയിരുന്നില്ല എന്നോടൊപ്പം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓരോ ഫ്രണ്ട്സുമാണിത്. ദിൽപ്രിയ, അലീന, അതുപോലെ തന്നെ അമൃതയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഒരു വളരെ കരുതലുള്ള ഒരു കരങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ കരങ്ങളായിട്ട് എനിക്ക് എപ്പോഴും ശക്തിയും പ്രചോദനവും തരുന്നത്. അതുപോലെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഊർജം നൽകുന്നത് ഫാദർ ബിജോ, അതുപോലെ സിസ്റ്റർ സെൽവി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത്. കാരണം ഇന്നെനിക്ക് ഈ വേദിയിൽ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനോ എനിക്ക് സാധ്യമായിരുന്നില്ല. ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഭയങ്കര ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഫുൾ ബെഡിലായി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കാലുകൾ കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് എന്നെ പ്രാപ്തിയാക്കിയത് കാണുന്നില്ല. എൻ്റെ ഫ്രണ്ടുണ്ട് ടെസ്സിൻ്റെ പേരൻസാണ്. ടെസ്സിൻ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല, കുവൈറ്റിലാണ്. അപ്പോൾ ടെസ്സിൻ്റെ പേരൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നത്. ഒപ്പം തന്നെ മമ്മൂക്ക എന്നോട് ദേഷ്യം തോന്നല്ല. കാരണം മമ്മൂക്കയുടെ സിനിമകൾ പണ്ട് TV വരുമ്പോൾ പതിയെ റിമോട്ടിൽ നിന്ന് ബാറ്ററി ഊരി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ പപ്പ മമ്മൂക്കയുടെ വലിയൊരു ഫാനായിരുന്നു. തീർച്ചയായിട്ടും പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദിയിൽ തീർച്ചയായിട്ടും പപ്പ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ ഞങ്ങൾ പതിയെ റിമോട്ട്, കാരണം ഈ മമ്മൂക്കയുടെ എനിക്കിപ്പോൾ ഇത് ടെൻഷൻ കാരണം പറയാൻ കിട്ടുന്നില്ല, ഡാൻസ് കളിക്കുന്ന സിനിമയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം മമ്മൂക്കയായിരുന്നു. അങ്ങനെ അത്രത്തോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞ് എന്താ പറയുക, ഇഷ്ടപ്പെടാണ്ട് അങ്ങ് സ്നേഹിച്ചു പോയൊരു നല്ല മനുഷ്യനാണ് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മമ്മൂക്ക ചെയർമാൻ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക അവാർഡാണ് എനിക്കിന്നിവിടെ കിട്ടുന്നതെന്ന്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മമ്മൂക്ക നിന്നെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, വെറുതെ പറയുന്നതായിരിക്കും കൈരളി TV ചാനലുകാരെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പാണ് മമ്മൂക്ക ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മമ്മൂക്ക നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ സ്പെഷ്യലാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളൊക്കെയാണ് എന്നെ ഇന്നിവിടെ നിർത്താനായിട്ടുള്ള
ഏറ്റവും എനിക്ക് വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ അവാർഡ് വാങ്ങിച്ച 3 എൻ്റർപ്രണേഴ്സ് ഉണ്ട്. എനിക്കും ഒരു എൻ്റർപ്രണർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എന്തോ എന്നെ പുറകോട്ട് വലിക്കുന്നു. പക്ഷേ എനിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനോട്ടുള്ള ഒരു വലിയ ശക്തിയും പ്രചോദനവും ഒക്കെയാണ് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജിലു. ജിലുവിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ, സാക്ഷാത്കരിക്കണം. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. നല്ലൊരു കൈയടി, നല്ല അടിപൊളി കൈയടി, മികച്ച കൈയടി കൊടുക്കാം. താങ്ക് യു. വളരെ സന്തോഷമുള്ള സായാഹ്നങ്ങളാണ് എനിക്ക് ഈ അവാർഡ് സന്ദർഭങ്ങൾ. ഈ അവാർഡുകളുടെയൊക്കെ പിന്നിൽ മാനുഷിക വശങ്ങളാണ്. ഈ അവാർഡ് ജേതാക്കളാണ് നമ്മളെ എപ്പോഴും അമ്പരപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി നമ്മളെ വളരെ നമ്മളിൽ മതിപ്പുളവാക്കുന്നവർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. നൗറിൻ ആയിഷയാണ് മികച്ച സാമൂഹിക സംരംഭക. ഇത് വലിയ കട്ടിയുള്ള വാക്കാണ്, ഇംഗ്ലീഷില്ല ഇതിന്. സാമൂഹികോന്മുഖ സംരംഭക. ഈ കപ്പെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും പുരുഷന്മാർക്കും അതേ പരിചയമുള്ളതല്ല. പക്ഷേ അത് ഭയങ്കര ഒരു ഇന്നോവേഷൻ തന്നെയാണ്. ഇതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. സ്ത്രീകൾക്ക് പുറത്തു പറയാൻ ജാള്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ അവർ സ്വതന്ത്രരാവുകയാണ്. അതൊരു വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു ഡിവൈസ്. എനിക്ക് എൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞുകൂടെ, എന്നാലും അതൊരു വലിയ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. നൗറിൻ ആയിഷ ശരിക്കും തികച്ചും ഈ അവാർഡിന് അർഹയാണ്. കൺഗ്രാജുലേഷൻസ്. മരിയ കുര്യാക്കോസിനോട് ആരോ ചോദിച്ചിട്ടുണ്ട്, നീ എന്ത് തേങ്ങ ചെയ്യാൻ പോകുന്നു? അതുകൊണ്ടായിരിക്കുന്നു തേങ്ങ കൊണ്ട് തന്നെ അന്നൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഈ ഓച്ചന്തുരത്തിലൊരു സ്ഥലത്ത് ഈ ചിരട്ട കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചെറിയ ഒട്ടും പെർഫെക്ഷൻ ഉണ്ടാവില്ല, പക്ഷേ എന്നാലും അതെനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ചിരട്ട എൻ്റെ ചെറുപ്പകാലത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് തേപ്പ് പെട്ടിയിൽ തല്ലിപ്പൊട്ടിച്ചിടാനാണ്. അതിന് വേറെ പല പ്രയോജനമുണ്ടെന്ന് ഞാൻ അയാളെ കണ്ടപ്പോൾ അന്ന് മനസ്സിലായി. അയാൾ ഇന്നത്തെ ആ മദ്യ ദുരന്തത്തിൽ മരിച്ചു പോയ ഒരാളാണ് പുള്ളി. പക്ഷേ അതിന് ഈ പുതിയ തലമുറയിലെ ആൾ അതിനേക്കാൾ വലിയ ഇൻവെൻഷൻ, ഇനി അതുകൊണ്ട് എന്തുണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് തേങ്ങയുടെ ചിരട്ടയ്ക്ക് വലിയ സ്ഥാനമുണ്ടായി. നമ്മൾ തേങ്ങ കൽപ്പവൃക്ഷമാണ് തേങ്ങ എന്നാണ്, തെങ്ങിൻ്റെ ഒന്നും കളയാനില്ലെന്നാണ് പറയാറ്. പക്ഷേ ഇങ്ങനെ ഒരു ഉപയോഗം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്വീകരണ മുറിയിൽ അലങ്കാര വസ്തുക്കൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ തീന്മേശ വരെ ചിരട്ട എത്തുന്നത് വലിയ അത്ഭുതമാണ്. നമ്മുടെ ചിരട്ടയിൽ പണ്ട് നമ്മുടെ ഒരു കാലമുണ്ട്, അങ്ങനെയുള്ളവരുമുണ്ട്. ചിരട്ടയിൽ വെള്ളം കുടിക്കുകയും ഇല്ലേ, ചിരട്ട ഒരു പാനപാത്രമായിട്ട് ഉപയോഗിച്ച ഒരു കാലമുണ്ട്. പക്ഷേ അതിപ്പോൾ വളരെ റിഫൈൻഡായിട്ട് വലിയ ഒരു മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രതികാരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ റിവഞ്ച്. നമ്മൾ ഈ ചിരട്ടയെ വല്ലാണ്ട് അവഹേളിച്ച് താഴ്ത്തിയിരുന്ന് ചിരട്ടയ്ക്കൊരു വലിയ സ്ഥാനം കൊടുത്തത് ഒരുപാട് സാമൂഹ്യമായ ഉദ്ദേശങ്ങൾ കൂടെയുണ്ട്. അതിനൊക്കെ ഒരുപാട് നമ്മൾ ഒരു ലുക്കിംഗ് ഡൗണാണ്. നമ്മൾ വളരെ താഴ്ന്നതായി തോന്നിയിരുന്ന, ആരും ശ്രദ്ധിക്കാതിരുന്ന ചിരട്ടയ്ക്കൊരു വലിയ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആ ചിരട്ട ഉപയോഗിച്ചിരുന്നവർക്ക് കൂടെ ഉള്ളൊരു ബഹുമതിയാണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഈ സൈബർ സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈബർ ക്രൈംസൊക്കെ സാധാരണ പോലീസുകാരാണ് നോക്കുന്നത്. നമ്മുടെ കണക്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുത്ത് എന്നെ പറ്റി അങ്ങനെ എഴുതി, എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്തു, എൻ്റെ തലവെട്ടി വേറെ മാറ്റി വെച്ചു, എൻ്റെ ഇത് ഹാക്ക് ചെയ്തു, അങ്ങനെ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കുന്ന സ്ഥലമാണ്. സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ സെക്യൂരിറ്റി വയ്ക്കുന്ന പോലെയൊന്നുമല്ല. നമ്മുടെ സൈബർ ഡോമിന് സാധാരണ അങ്ങനെ വലിയ സെക്യൂരിറ്റി ഒന്നും ഇവർ പറയുന്നൊന്നും ഉണ്ടാവില്ല. ആർക്ക് എപ്പോൾ വേണേൽ കയറാം, ഹാക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെപ്പോലെ വലിയ പ്രധാനികളല്ലാത്ത സാധാരണ മനുഷ്യരുടെയൊക്കെ ഹാക്ക് ചെയ്യലുണ്ട്. അവർ ചെയ്താൽ തന്നെ നമുക്കൊന്നും വലിയ കാര്യമായിട്ട് രഹസ്യങ്ങളൊന്നും ഉള്ളവരായിരിക്കില്ല. അതല്ല, രാജ്യാന്തര രഹസ്യങ്ങൾ, രാജ്യ സുരക്ഷാ രേഖകളും രഹസ്യങ്ങളും ഒക്കെ ചോർത്തുന്ന തരത്തിൽ വലിയ ക്രൈമുകൾ നടത്തുന്നതിൻ്റെ സുരക്ഷ ഒരു പെണ്ണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് ഇത്തിരി അവസരം വേണമെങ്കിൽ ഇത്തിരി ജാട കാണിക്കാവുന്നതാണ്.
വലിയ കാര്യമാണ്. ഒരു അത്ഭുതപ്പെട്ടു പോയി. കാരണം സാധാരണ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവർ, പരിചയമുള്ളവരുടെ പരിചയക്കാരാണ്. അത് വലിയ ചെറുതായിട്ട് ഞാനും ഒന്ന് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് ആ കാര്യത്തിൽ. അത് ലോക ശ്രദ്ധ നേടിയ തരത്തിൽ നമ്മുടെ മിലിറ്ററിക്കും ആർമിക്കും ഒക്കെ അതിൻ്റെയൊക്കെ സെക്യൂരിറ്റി വരെ നമ്മുടെ എയറോഡ്രോമുകൾ, പ്ലെയിനൊക്കെ വേറെ വഴിക്ക് ഓടിപ്പോകും ചില സമയത്ത്. പ്ലെയിനിൻ്റെ ഒക്കെ കൺട്രോളൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയില്ലേ. അതിനെയൊക്കെ ഇവിടെ നിന്ന് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. നമ്മളെ എല്ലാവരെയും പെണ്ണുങ്ങളാണ് നിയന്ത്രിക്കുന്നത്. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ടി വിയിൽ ഒരാൾക്ക് കേക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. ചിലുമോളെ ചുമ്മാ കാണാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഒത്തിരി പാടുപെട്ടു, 2 കൈയും ഉണ്ടായിട്ട്. വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾ ലിബറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മാത്രമല്ല, അവരെ ഇങ്ങനെയുള്ള കുറവുകളെ കൂടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ്. അത് ആരും സഹായത്തിനില്ലാത്ത ഒരു അശരണയായ ഒരവസ്ഥയുള്ള ഒരു പെൺകുട്ടി, നമുക്ക് വലിയ മാതാപിതാക്കളും കുട്ടികളും പണമൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയല്ല, ആരും സഹായിക്കാനില്ലാത്ത അനാഥയായി പോയ ഒരു കുട്ടിക്ക് മലാഖമാരുടെ സഹായം കണ്ടില്ലേ, അവർ കൊണ്ട് വളർന്ന് വലുതായി ഇത്ര വലിയ അംബീഷ്യസാണ്. ആഗ്രഹങ്ങൾക്ക് ആകാശം മുട്ടിയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലതും സാധിക്കും. ഞാനുമൊക്കെ അങ്ങനത്തെ ഒരു ഉദാഹരണമാണ്. ഞാനൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതുപോലെ ജിനുമോൾക്ക് ഇനിയൊരു ഓൺട്രപ്രണർ ആകണമെന്നാണ് ആഗ്രഹം. നിങ്ങളിൽ പുതിയ ഈ ചേച്ചിമാരാരെങ്കിലും അദ്ദേഹത്തിനെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമോ? ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇവർ വിളിച്ചോളും. ജിനുമോളെ വേണ്ട, ഇവിടെ ഇനി ഓൺട്രപ്രണർ ആയില്ല എന്ന് വേണ്ട കേട്ടോ. എന്തോ ആണ്ടേ, ആ ചേച്ചി മെൻ്റർ ചെയ്യാന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ല. അപ്പോൾ ഈ കൈരളിയുടെ ഈ സായനം വളരെ സന്തോഷകരമായ ഒരു സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. ഇനി കൈരളിയുടെ മറ്റ് അവാർഡുകളുണ്ടാവും. ഇതുപോലെയുള്ള സായനങ്ങൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ ഇവിടെ ആവുമ്പോൾ. നന്ദി, നമസ്കാരം.